We don't know much about him, sir. His name is Alexander. But his character, his past, his motive, everything unknown, sir. സത്യത്തിൽ ഈ അലക്സാണ്ടറെ കുറിച്ച് ആർക്കും ഒന്നും വ്യക്തമായിട്ട് അറിയില്ല, സർ. ഈവൻ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് പോലും. ബട്ട് വൺ തിങ് ഇസ് ഷുവർ, സർ. ഇവിടുത്തെ ഏത് പൊളിറ്റീഷ്യനേക്കാളും ജനങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഉള്ള ആളാണ് ഈ അലക്സാണ്ടർ. അയാളുടെ ബിസിനസിനെ കുറിച്ചോ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചോ ഒന്നും തന്നെ നമുക്ക് അറിയില്ല, സർ. ആശുപത്രികൾ തുടങ്ങി അനാഥാലയങ്ങൾ വരെ ഇതിൽ പെടുമെന്ന് പറയുന്നു. ബട്ട് വി ഡോണ്ട് നോ. We don't know. Then what do you know about him? Only one thing, sir. He's a different man with different moods and tastes. അലക്സാണ്ടർ വരുന്നു. നീ അകത്തു. ഹലോ മിസ്റ്റർ അലക്സാണ്ടർ, വരണം, ഇരിക്കണം. നീ എന്നെ ഒറ്റിക്കൊടുത്തു അല്ലേ? സോറി മിസ്റ്റർ അലക്സാണ്ടർ. നിയമപാലനത്തിന് ഗവൺമെന്റിനെ സഹായിക്കേണ്ടത് ഇറ്റ്സ് എ ഡ്യൂട്ടി ഓഫ് എ ഗുഡ് സിറ്റിസൺ. നീയും ചെയ്യുന്ന അതേ തൊഴിലാണ്. ഒറ്റിക്കൊടുത്താൽ കിട്ടുന്ന നക്കാപ്പിച്ച കാശിനായിരുന്നെങ്കിൽ ഞാനത് പിച്ചയായിട്ട് തരുമായിരുന്നല്ലോ. പക്ഷേ അതൊന്നുമല്ല തന്റെ ഉദ്ദേശം. നിന്റെ ബുദ്ധി എനിക്ക് മനസ്സിലാവും. നിന്റെ ചൂണ്ടലിൽ നീ എന്നെ ഇരയായിട്ട് കുരുത്തു. ബട്ട് മിസ്റ്റർ കൃഷ്ണദാസ്, ചൂണ്ടലിന് താങ്ങാവുന്നതിലും വലിയ ഇര കുരുക്കരുത്. വന്ന മീനൊട്ട് തിന്നാനും പറ്റില്ല, കൊളുത്തിയ ചൂണ്ടൽ ഒടുകയും ചെയ്യും. കളിക്കുന്നെങ്കിൽ ആണുങ്ങളെ പോലെ കളിക്കുക. ഇറങ്ങി വാ, നമുക്കൊരു കൈ നോക്കാം. അല്ലാതെ തേർഡ് റേറ്റ് പ്രോസ്റ്റിറ്റ്യൂട്ട്സിന്റെ മാതിരി അന്തിമയങ്ങുമ്പോ കടത്തിനെ കിടന്നിട്ട് വേണ്ട. സ്ട്രീറ്റ് പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെയും എന്നേക്കാൾ പരിചയം നിനക്ക് തന്നെയാണ്. അതെ, തെരുവിൽ കിടന്നാണ് ഞാൻ വളർന്നത്. ആ തെരുവ് തണ്ടിത്തരം കൊണ്ടാണ് ഇവിടം വരെ എത്തിയത്. പക്ഷേ വീണ്ടും എന്നെ കൊണ്ട് ആ തെണ്ടിത്തരം എടുപ്പിക്കരുത്. വരട്ടാതെ. നിന്നെ കണ്ടാൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന, നീ പറയുന്നതിനുള്ള ഏറാൻ മൂളുന്ന തെരുവ് തണ്ടികളല്ല ഇവിടെ ഇരിക്കുന്നത്. ചുമ്മാ വരട്ടാൻ പറഞ്ഞതല്ല കൃഷ്ണദാസ്, ഐ എം സീരിയസ്. ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ മതി, നിന്റെ ഏരീസിന്റെ എക്സ്പോർട്ടും കാണില്ല, ഇമ്പോർട്ടും കാണില്ല. ഈ ബിൽഡിംഗിന്റെ ഒരു ഇഷ്ടിക പോലും ബാക്കി കാണില്ല. എനിക്കറിയാം, നീ മിടുക്കനാ, എന്തിനും പോന്നവനും. അല്ലെങ്കിൽ മലേഷ്യൻ കസ്റ്റംസിന്റെ കണ്ണുവെട്ടിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ അതും ഇന്റർനാഷണൽ ഫ്ലൈറ്റിൽ കടത്താൻ ആര് ധൈര്യപ്പെടും? പേടിക്കണ്ട, അതെല്ലാം നാളത്തെ ഫ്ലൈറ്റിൽ തന്നെ ഇവിടെ എത്തും. ആളും ബലവും മിടുക്കുമുള്ളവനല്ലേ നീ. അവരെ കൊണ്ട് നീ ഇതെല്ലാം നിന്റെ ഗോഡൌണിൽ നിന്ന് എത്തിക്കേ. നമുക്കൊന്ന് കളിച്ചു നോക്കാം. കളിക്കുന്നത് കൊള്ളാം, പക്ഷേ ഒരുപാട് കുഴികളുള്ള വഴിയാണ് എന്റേത്. കണ്ണുകെട്ടി കളിക്കുമ്പോ കൂടുതൽ സൂക്ഷിക്കണം. നമുക്ക് കാണാം. മിസ്റ്റർ അലക്സാണ്ടർ, ആദ്യമായിട്ട് എന്റെ ഓഫീസിൽ വന്നിട്ട്. നോ, ദിസ് ഈസ് ദ സെക്കൻഡ് ടൈം ഐ ആം കമ്മിങ് ഹിയർ. മൂന്നാമതൊരിക്കൽ കൂടി എന്നെ ഇവിടെ വരുത്തരുത്. ഓക്കെ?
അലക്സാണ്ടറോട് പറഞ്ഞേരെ, ഈ ഓരോ വീഴ്ചയ്ക്കും അവന്റെ ചങ്കിൽ കുത്തി കൃഷ്ണദാസ് ഇതിന് പകരം ചോദിക്കുമെന്ന്. ഈ ട്രോളർ നിനക്കുള്ളതാണ്. നിനക്കും കുടുംബത്തിനും കഴിയാനുള്ള വക ഇതിന് കിട്ടും. ഇന്നു മുതൽ നീയും ഞാൻ തമ്മിൽ ഒരു ബന്ധമില്ല. എന്നെ കാണാനും വരും. KF ഷാൻ കമ്പനിയുടെ പേരിലാണ് എഗ്രിമെന്റും പേപ്പേഴ്സ്. ഞാൻ പോയിക്കോളാം, പക്ഷേ അതിന് 1.5 കോടി രൂപയുടെ ഈ ട്രോളറിന്റെ കോമ്പൻസേഷൻ ആവശ്യമില്ലായിരുന്നു. ആരുടെയും മുന്നിൽ തലവനിക്കാതെ ജീവിക്കേണ്ടത് എങ്ങനെ പഠിപ്പിച്ചു തന്നില്ലേ? അത് മതി. ഐ എം താങ്ക്ഫുൾ. ദീപു, നീ എനിക്ക് സഹോദരനല്ല, വളർത്തുപുത്രനാണ്. മരിക്കുമ്പോ നിന്റെ അച്ഛൻ എന്റെ കയ്യിലല്ലേ നിന്നെ ഏൽപ്പിച്ചത്. നീ ഇന്ന് വളർന്നു കഴിഞ്ഞു, സ്വന്തം കാലിൽ നിൽക്കാറായി. എന്റെ കൂടെ നിൽക്കുന്ന ഓരോ നിമിഷവും അപകടം നിറഞ്ഞതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, അല്ലാതെ സ്നേഹമില്ലാഞ്ഞിട്ടല്ല. എന്റെ കൂടെ നിന്ന് നാളെ നീയും ഒരു കള്ളക്കടത്തുകാരനാകുന്നത് എനിക്കിഷ്ടമല്ല. നിന്റെ അച്ഛൻ പണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, 100 ഗുണ്ടകളെ നീ ഒതുക്കുമ്പോ ഒരു ഗുണ്ട നിന്നെ ഒതുക്കാനായിട്ട് പിറക്കുമെന്ന്. 100 അടി നീ അടിക്കുമ്പോ ഒരടി നിനക്കായി തിരിച്ചു വരുമെന്ന്. കള്ളക്കടത്തിന്റെ കാര്യത്തിൽ ഇന്ന് സത്യമാണ്. ഇറ്റ്സ് ഓൺലി എ ഗ്ലോറിഫൈഡ് ഗുണ്ടായിസ്. ഞങ്ങളൊക്കെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. ഇനി പുതിയൊരു തലമുറ അത് വേണ്ട. ഞാനും ഇതൊക്കെ നിർത്തുക. അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണെന്ന് കരുതിക്കോളൂ. എപ്പോ എന്താവശ്യമുണ്ടെങ്കിലും ചോദിക്കാൻ മടിക്കരുത്. നീ പറഞ്ഞ സ്നേഹവും സ്വാതന്ത്ര്യവും എന്നും നിനക്കുണ്ടാവും. വരട്ടെ. ആ റിവോൾവറിങ് തന്നേക്കും. ഇനി നിനക്കതിന്റെ ആവശ്യമില്ല.
എന്താണ് സർ? ഇന്നലെ കൊല നടന്ന ഫിഷിംഗ് ട്രോളർ നിങ്ങളുടെയല്ലേ? അല്ല, KF ഷാ ആൻഡ് കമ്പനിയുടെ ആണ്. അപ്പോ ഫ്രീസർ പ്ലാന്റിലുണ്ടായിരുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണ്ണ ബിസ്ക്കറ്റുകൾക്ക് ആര് സമാധാനം പറയും? ദൈവം പറയും സർ. ദൈവം? അലക്സാണ്ടർ എവിടെ? ഇവനാണ് ദീപുവിനെ കൊന്നത്. ഇവനെ ഞാൻ വെറുതെ വിടില്ല. അതിന് നീ ആരാ? സെഷൻ ജഡ്ജോ? അവനെ അറസ്റ്റ് ചെയ്യാൻ പോലീസും വിചാരണയെ ശിക്ഷിക്കാൻ കോടതിയുണ്ട്. നിയമം കയ്യിലെടുക്കണ്ട. ടേക്ക് ഹിം. സർ, അലക്സാണ്ടർക്ക് എന്താ വേണ്ടത്? സാർ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. അജിത്ത് ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല. അതിന് അധോലോകത്തിന്റെ സഹായം ഞങ്ങൾക്ക് വേണ്ട. സാർ, കോടതിക്ക് ശിക്ഷിക്കാൻ തെളിവുകൾ വേണം, സാക്ഷികൾ വേണം. പ്രതിഭാഗത്തിന് പണവും പ്രതാപവും ഉണ്ടെങ്കിൽ തെളിവുകളെല്ലാം മാഞ്ഞു പോകും, സാക്ഷികൾ കാലുമാറും. കാരണം മരണപ്പെട്ടവൻ ഇതൊന്നുമില്ലാത്തവനാണ്. ആ പാവം കുട്ടിയെ കൊന്നവന് മരണശിക്ഷ കിട്ടണം, അല്ലെങ്കിൽ എനിക്കത് ചെയ്യേണ്ടി വരും. മിസ്റ്റർ അലക്സാണ്ടർ? ഐ എം മേക്കിംഗ് ഇറ്റ് ഫൈൻ. നേരെയാക്കിക്കൊണ്ടിരിക്കുന്നു. നേരെയാവാത്ത കാര്യങ്ങളോ? KF ഷായും ദീപക് ഷായും കണക്കുകൾ ഇനിയും ബാക്കിയുണ്ട്. ബാക്കിയായ കണക്കും കടവും തീർത്തു തരുന്നുണ്ട്. വാക്കുകൊണ്ടല്ല, നിന്റെ കുടുംബത്തിന്റെ അവസാന പേരും എഴുതുകൊണ്ട്. അതുവരെ നീ ജീവിച്ചിരുന്നെങ്കിലല്ലേ? ജീവിച്ചിരിക്കും. That we will see. പ്രോസിക്യൂഷൻ എന്റെ കക്ഷിക്കെതിരെ നിരത്തുന്ന തെളിവുകൾ പച്ചക്കള്ളമാണ്. കൊലയ്ക്ക് എന്റെ കക്ഷി ഉപയോഗിച്ചു എന്ന് പറയുന്ന കത്തി, ആ കത്തി എന്റെ കക്ഷിയുടേതാണെന്ന് തെളിയിക്കുന്ന ഫിംഗർ പ്രിന്റ് കോടതിക്ക് തന്നെ പരിശോധിക്കാവുന്നതേ ഉള്ളൂ. പ്രോസിക്യൂഷന്റെ വാദം അനുസരിച്ച് 11 ഇഞ്ച് നീളമുള്ള കത്തി കൊണ്ടാണ് കൊല ചെയ്തത്. എന്നാൽ ഈ കത്തിക്ക് 7 ഇഞ്ച് നീളമേ ഉള്ളൂ. കത്തിയിലുണ്ടായിരുന്ന ഫിംഗർ പ്രിന്റ് എന്റെ കക്ഷിയുടേതല്ല. പ്രോസിക്യൂഷന്റെ തെളിവുകളും സാക്ഷി വിസ്താരങ്ങളും പ്രതി കുറ്റക്കാരനെന്ന് തെളിയിക്കാൻ പര്യാപ്തമല്ലാത്തതിനാൽ സംശയത്തിന്റെ ആനുകൂല്യം നൽകി പ്രതിയെ കോടതി വെറുതെ വിടുന്നു. മോനെ, പ്രശ്നങ്ങൾ തീരുന്നതുവരെ കുറച്ചു ദിവസത്തേക്ക് നീ ഇവിടെ നിന്നും നമ്മുടെ സ്റ്റഡ് ഫാമിലേക്ക് മാറി താമസിക്കുന്നതാണ് നല്ലത്. ഓക്കെ ഡാഡ്.
എന്റെ കുട്ടിയുടെ കാല് നീ വെട്ടിയല്ലേ? ഒരു കാലല്ല വെട്ടിയുള്ളൂ, മറ്റേ കാലല്ലേ? ഞാൻ നിങ്ങളുടെ വിനുവല്ല, ഐ എം അലക്സാണ്ടർ. വിനു നീ അല്ല, നിങ്ങൾ കാള് മാറിപ്പോയിരിക്കുന്നു. നിങ്ങളുടെ വിനുവിനെ എനിക്കറിയില്ല. അമ്മയോട് നീ കള്ളം പറയുന്നു. അമ്മയോ? നിങ്ങളോ? ആ വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതിൽ വാത്സല്യമുണ്ട്, സ്നേഹമുണ്ട്, ത്യാഗമുണ്ട്. അതൊന്നും നിങ്ങൾക്ക് ചേരില്ല. ആർക്കും വേണ്ടാത്ത തന്തയില്ലാത്ത ഗർഭത്തെ അബോർട്ട് ചെയ്യുന്ന സ്ത്രീകളെ പറ്റി കേട്ടിട്ടുണ്ട്. പിഴച്ചുവിട്ട ചോരക്കുഞ്ഞിനെ തെരുവിൽ വലിച്ചെറിഞ്ഞ് പുതിയവനെ തേടി പോകുന്നവരെ പറ്റി കേട്ടിട്ടുണ്ട്. അവരെയൊന്നും അമ്മയെന്നാരും വിളിക്കാറില്ല. എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ, എല്ലാ വിശേഷണ പദങ്ങളും എനിക്ക് ചേരും. വേണ്ട, തെരുവിൽ വളർന്നവന്റെ നാവിൽ തെറികളും തെമ്മാടിത്തമേ വരൂ. നിങ്ങളെപ്പോലെ സമൂഹത്തിൽ സ്ഥാനവും മാനമുള്ളവർക്ക് അത് കേട്ടാൽ അറയ്ക്കും. ഇല്ല, നിന്നെ നഷ്ടപ്പെട്ടിട്ട് എനിക്ക് കിട്ടിയ സ്ഥാനവും മാനവും പദവിയും അതിലൊന്നും ഈ അമ്മ ഞാൻ സന്തോഷിച്ചിട്ടില്ല. എവിടെങ്കിലും നീ സുഖമായിട്ടുണ്ടെന്നറിയാൻ, എന്നെങ്കിലും ഒന്ന് കാണാൻ അതിനെ പ്രാർത്ഥിച്ചിട്ടുള്ളൂ എന്നും. അതിലപ്പുറം ഒന്നും IG ബാലകൃഷ്ണന്റെ ഭാര്യാപദം അലങ്കരിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കില്ല. ഞാൻ ആരാണെന്നും എങ്ങനെ കഴിയുന്നുവെന്നും അറിഞ്ഞില്ലേ, കണ്ടില്ലേ? ഇനി എന്താണ് അറിയേണ്ടത്? ഇങ്ങനെ അറിയേണ്ടിയിരുന്നില്ലെന്ന്, കാണേണ്ടിയിരുന്നില്ലെന്ന് ഇപ്പൊ തോന്നുന്നു. പിന്നെ കണ്ടയുടനെ, വിനുവെന്ന് കേട്ട ഉടനെ അമ്മയെന്ന് വിളിച്ച് ഓടി വന്ന് കെട്ടിപ്പിടിക്കുമെന്ന് വിചാരിച്ചോ? തെരുവിലെറിയപ്പെട്ട ഒരു പയ്യൻ വളർന്നു വരുമ്പോ സദ്ഗുണസമ്പന്നനായ ഒരു സന്യാസിയായി തീരുമെന്ന് വിചാരിച്ചോ? അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ലല്ലോ. പറയൂ, എന്തിനാണ് ഇവിടെ വന്നത്? പറയാനുള്ള അവകാശമോ സ്വാതന്ത്ര്യമോ എനിക്കില്ല. പക്ഷെ ഓർക്കുമ്പോ പേടി തോന്നുന്നു. നിന്റെ ഈ തൊഴില് ഇതൊന്ന് നിർത്തിക്കൂടെ? എന്നെ ഓർത്ത് ആരും പേടിക്കണ്ട, ദുഃഖിക്കുകയും വേണ്ട. അതിനിവിടെ ശമ്പളം കൊടുത്ത് ഞാൻ ആളുകളെ നിർത്തിയിട്ടുണ്ട്. അവരത് സന്തോഷമായിട്ട് ചെയ്തോളും. എന്ന് തുടങ്ങി ഈ പുതിയ പുത്രസ്നേഹം? അതോ ഭർത്താവിന്റെ ജീവനെ ഓർത്തുള്ള പേടിയോ? എന്തെങ്കിലും ചെയ്യണമായിരുന്നെങ്കിൽ, കൊല്ലണമായിരുന്നെങ്കിൽ കൂടി അതെനിക്ക് എന്നേ ആകാമായിരുന്നു. പേടിക്കണ്ട, നിങ്ങൾ ആഗ്രഹിച്ചത് എന്നും നിങ്ങൾക്കുണ്ടാവും. എന്നെ നിങ്ങൾ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ. നിങ്ങൾ പറഞ്ഞ അവകാശങ്ങളും സ്വാതന്ത്ര്യവും എല്ലാം ഞാൻ അനുവദിച്ചു തരാം. ഈ തൊഴിലെന്നല്ല, എല്ലാം ഞാൻ ഉപേക്ഷിക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ, നിങ്ങൾ എന്നെ മകനായിട്ട് അംഗീകരിക്കണം. സാധിക്കുമോ? 4 പേരുടെ മുന്നിൽ വെച്ച് നാട്ടുകാർ കേൾക്കെ എന്നെ മോനെ എന്ന് വിളിക്കണം.
ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, നിങ്ങൾക്കെങ്കിലും അറിയാമോ എന്റെ അച്ഛനാരാണെന്ന്? സോറി ബാലേട്ട. കയറൂ. ആരാത്? അവര് പറഞ്ഞ സത്യമാണോ? അവരിന്റെ അമ്മയാണോ? അല്ല. എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും അമ്മയെന്ന് പറഞ്ഞാൽ അമ്മ തന്നെയാ. എന്തൊക്കെ ചെയ്താലും ഒരുത്തി അമ്മയാവില്ല, വേറെ പലതുമാവും. നീ അവരെ ന്യായീകരിക്കരുത്. നീ അറിയാത്ത ഒരുപാട് നാറുന്ന ചരിത്രം നീ കാണുന്നതിന് മുമ്പ് ഈ അലക്സാണ്ടർക്കുണ്ടായിരുന്നു. ആർക്കും വേണ്ടാതെ തറവാട്ടുകാരൻ അവരെ ആട്ടും തുപ്പും കൊണ്ട്, തള്ളയുണ്ടായിരുന്നിട്ടും അവരെ അമ്മയെന്ന് വിളിക്കാൻ സ്വാതന്ത്ര്യമില്ലാതെ, തന്തയില്ലാതെ വളർന്ന ഒരുത്തന്റെ വേദനയും അവൻ അനുഭവിച്ച അപമാനവും നിനക്ക് മനസ്സിലാവില്ല. ഐ എം എ ബാസ്റ്റഡ്. എന്റെ തന്ത ആരാണെന്ന് ഇന്നും എനിക്കറിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ജനിപ്പിച്ച കുറ്റത്തിന് കിട്ടുന്നിടത്ത് വെച്ച് ഞാൻ വെട്ടിക്കൊന്നേനെ. സ്വന്തം സുഖത്തിന് വേണ്ടി താൻ പ്രസവിച്ച കുഞ്ഞിനെ പോലും വലിച്ചെറിഞ്ഞ് വന്ന് വിളിച്ചവന്റെ കൂടെ പഴിയിറങ്ങി പോയവളാണ് ഇന്നിവിടെ കയറി വന്ന തള്ള. അന്നില്ലാത്ത പുത്രസ്നേഹത്തിന്റെ പുതിയ കഥയും പറഞ്ഞ് അവരിവിടെ കയറി വരുമ്പോ മീറയും കുതിരിക്കാൻ വെച്ച് ഞാൻ അവർക്ക് ഓച്ചാന പാടണോ? പറയടാ. അമ്മയുണ്ടായിരുന്നിട്ടും അനാഥനായിട്ട് വളരേണ്ടി വന്നവനാണ് ഞാൻ. അനാഥാലയത്തിന്റെ തിണ്ണയിൽ ഒരു നേരത്തെ കഞ്ഞിക്ക് കൈനീട്ടി നിൽക്കുമ്പോ ഈ പുന്നാരത്തള്ള എവിടെയായിരുന്നു? കഞ്ഞി തന്ന കൈകൊണ്ട് അവർ കഴുത്തിലൊരു കുന്തയും കെട്ടി തന്നു. അങ്ങനെ നായർ തറവാട്ടിൽ പിറന്ന വിനു അലക്സാണ്ടറായി. പറയടാ, ഇവരാണോ തള്ള? ഇവരെയാണോ ഞാൻ പൂവിട്ട് തൊഴേണ്ടത്? കഴിഞ്ഞതെല്ലാം ഓർത്ത് ദേഷ്യം വെച്ചിട്ട് എന്താ കാര്യം? അല്ലെങ്കിൽ ആരോട് ദേഷ്യം കാണിക്കാൻ? പുറകിലുള്ളത് സ്വന്തം നിഴല് തന്നെയാ. പേര് മാറിയാലും കഴുത്തിലൊരു കൊന്ത ഇട്ടാലും നീ വിനു തന്നെയാ. അല്ല. വിനു, പുറകിൽ നിന്ന് ആരെങ്കിലും വിനു എന്ന് വിളിച്ചാൽ നീ അറിയാതെ തിരിഞ്ഞു നോക്കി പോകും. രക്ഷപ്പെടാൻ ശ്രമിക്കരുത്.